ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തന്നെ ലോൺ എടുക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഇതൊരു പുതിയ ആപ്ലിക്കേഷൻ ഒന്നുമല്ല, വർഷങ്ങളായിട്ട് അവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു സാലറീഡ് എംപ്ലോയി ആണെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ വരെയും, സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ ആധാർ കാർഡും പാൻ കാർഡും മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെയൊക്കെയാണ് ലോൺ തരുന്നത്. സിബിൽ സ്കോർ കുറവാണെങ്കിലും ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 21 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ലോൺ ലഭിക്കുക. 12 മുതൽ 28.5% വരെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. 60 മാസം വരെ തിരിച്ചടവ് കാലാവധി ലഭിക്കുന്നതാണ്. RBI അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ലോൺ ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്കും ലോൺ തന്നിട്ടുണ്ട് അവർ. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് ആയിരിക്കും ചോദിക്കുന്നത്. അത് കൊടുത്തുകൊണ്ട് താഴെ നിങ്ങൾക്ക് ലോഗിൻ ഓർ സൈനപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മുകളിലായിട്ട് കുറച്ച് ലോണിൻ്റെ ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. അതേപോലെ ലോണിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ശേഷം എല്ലാം വായിച്ച് താഴെ സൈനപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ അതിലേക്കൊരു OTP വരും. അതും കൊടുത്തുകൊണ്ട് അവിടെ മൊബൈലിൽ കുറച്ച് പെർമിഷൻസ് ചോദിക്കും. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പെർമിഷൻസ് കൊടുത്തുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ശേഷം അടുത്ത പേജിൽ 4 ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് KYC ഡോക്യുമെൻറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതിനായിട്ട് ആദ്യം KYC ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ KYC ഡീറ്റെയിൽസും പാൻ കാർഡ് ഡീറ്റെയിൽസും ഒരു സെൽഫിയുമാണ് ആഡ് ചെയ്യാനായിട്ട് പറയുന്നത്. ആധാർ KYC കംപ്ലീറ്റ് ചെയ്യാൻ ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുക്കുക. ശേഷം ആധാർ ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP കൊടുത്തുകൊണ്ട് ആധാർ KYC കംപ്ലീറ്റ് ചെയ്യുക. അടുത്തായിട്ട് നിങ്ങളുടെ പാൻ കാർഡ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അതും കൊടുക്കുക. ലാസ്റ്റായിട്ട് നിങ്ങളുടെ ഒരു സെൽഫി ആഡ് ചെയ്യാനും പറയുന്നുണ്ട്. അതും ചെയ്തുകൊണ്ട് KYC ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് ജനറൽ ഇൻഫർമേഷൻ ആണ്. അവിടെ ആദ്യം നമ്മുടെ ഇമെയിൽ ID കൊടുക്കണം. ശേഷം നമ്മുടെ പ്രൊഫഷനും അതേപോലെ തന്നെ മാരിറ്റൽ സ്റ്റാറ്റസും എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസും പോലുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത്. ഇത് ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻകം വെരിഫിക്കേഷൻ ആണ്. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് സ്കിപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെരിഫൈ ചെയ്യാം. ബാങ്ക് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെഫറൻസ് കോൺടാക്റ്റ് കൊടുക്കാനാണ്. നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ആരുടെയെങ്കിലും മൊബൈൽ നമ്പറും പേരും കൊടുക്കാനായിട്ടാണ് പറയുന്നത്. അത് കൊടുത്തുകൊണ്ട് 4 സ്റ്റെപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അപ്രൂവൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ടാണ് ഈ വെയിറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം എൻ്റെ ലോൺ അപ്രൂവ് ആയിട്ടുണ്ട്. 85,000 രൂപയാണ് അപ്രൂവ് ആയിട്ടുള്ളത്. ഫ്ലെക്സി ലോണാണ് എനിക്ക് അപ്രൂവ് ആയിട്ടുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എനിക്ക് എമൗണ്ട് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. 12 മാസം വരെയാണ് EMI ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരിച്ചടവ് കാലാവധി ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. സെലക്ട് ചെയ്യുമ്പോൾ താഴെ അതിനനുസരിച്ചുള്ള EMIയും കാണാൻ പറ്റും. താഴെ സമ്മറി ആൻഡ് ചാർജസ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലോൺ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. എത്ര എമൗണ്ട് അക്കൗണ്ടിലേക്ക് കയറും, ലോൺ എമൗണ്ട്, ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, പ്രോസസ്സിംഗ് ഫീസ് എങ്ങനെയാണ്, തിരിച്ചടയ്ക്കുന്ന എമൗണ്ട് പോലുള്ള എല്ലാ ഫീസിൻ്റെ കാര്യങ്ങളും അവിടെ കാണാനായിട്ട് നമുക്ക് പറ്റും. ശേഷം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെ പേയ്മെൻറ്റ് ഷെഡ്യൂൾ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടയ്ക്കേണ്ട EMIയും തീയതിയും ഒക്കെ കാണാനായിട്ട് പറ്റും. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലോൺ എടുക്കുന്ന പേർപ്പസ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കുക. ശേഷം അടുത്ത പേജിൽ ഏത് അക്കൗണ്ടിലേക്കാണ് നിങ്ങൾക്ക് ലോൺ ക്രെഡിറ്റ് ആക്കേണ്ടത് ആ ബാങ്ക് ആഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ ബാങ്കിലേക്ക് 1 രൂപ ഇട്ടുകൊണ്ട് ബാങ്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ശേഷം ഓൺലൈനിൽ തന്നെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനായിട്ട് പറ്റും. ഒരു OTP കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഫേസ് ഒന്ന് വെരിഫൈ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ശേഷം നിങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ആയതിനു ശേഷം ആപ്പിൻ്റെ അകത്ത് തന്നെ റീപേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. EMI ഡേറ്റിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് റീപേ ചെയ്യാനും അല്ലെങ്കിൽ മുഴുവനായിട്ട് ഫോർക്ലോസ് ചെയ്യാനും ഉള്ള ഓപ്ഷൻ അവിടെ കാണുന്നതാണ്. ഇങ്ങനെയാണ് ക്രെഡിറ്റ് പി എന്ന് പറയുന്ന ഈ ലോൺ ആപ്ലിക്കേഷനിൽ ലോൺ എടുക്കുന്നതും തിരിച്ചടയ്ക്കുന്നതൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.